നമസ്കാരം. നാസിക് TCSൽ നടന്ന മതപരിവർത്തന ശ്രമങ്ങളെയും അത് സംബന്ധിച്ച് മഹാരാഷ്ട്ര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ തന്നെ നടത്തിയ ഒരു വലിയ ജിഹാദി റാക്കറ്റിനെ പൊളിച്ചടുക്കിയ വാർത്തകൾ കുറച്ചു കാലം മുമ്പ് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ മലയാളികളുടെ വിസ്മൃതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലൊരു പ്രധാന പ്രതി എന്ന് കുറ്റാരോപിത എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിദാ ഖാൻ എന്ന വ്യക്തി അവിടുത്തെ HR ആയിരുന്നെന്ന് പറയുന്നു, അല്ല അവിടുത്തെ പ്രൊജക്ട് കോർഡിനേറ്റർ ആയിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഹിന്ദു പെൺകുട്ടികളെ ജിഹാദികളുടെ വലയിലാക്കുവാൻ വേണ്ടി സഹായിച്ചിരുന്ന ഒരു ഇടനിലക്കാരി, ദല്ലാളെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി രൂക്ഷമായ മറ്റെന്തെങ്കിലും വാക്കുകളൊക്കെ ഉപയോഗിച്ച് വിളിക്കാവുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ഇടനിലക്കാരി ഇപ്പോഴും പ്രധാന കുറ്റാരോപിതരിൽ ഒരാളാണ്, ഇപ്പോഴും ഒളിവിലാണ്. നിദാ ഖാൻ എവിടെയാണ് എന്നുള്ള അന്വേഷണ ഏജൻസികൾ കാര്യക്ഷമമായി തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവർ പിടിയിലായിട്ടില്ല. അതിനിടയിൽ അവരൊരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. കോടതി അത് തള്ളിക്കളഞ്ഞു. ഗർഭിണിയാണെന്നുള്ളൊരു വാദം ഉന്നയിച്ചു. കാരണം ഇത്തരക്കാർ സ്ഥിരമായിട്ട്, അതിൽ സ്ത്രീകൾ, ഈ ജിഹാദി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾ, അതിപ്പോൾ CAAക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ സമയത്തായാലും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഉടനെ ഞാൻ ഗർഭിണിയാണ്, ഈ ഗർഭം ഇടയിൽ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല, ഞാൻ ഗർഭിണിയാണ്, ഇനി എന്നോട് ദയ കാണിക്കണം, എന്നെ പുറത്തു വിടണം, ജാമ്യം തരണം, മുൻകൂർ ജാമ്യം തരണം, ഇത്തരത്തിലുള്ള അപേക്ഷകളുമായി ഒക്കെ ഇവർ മുന്നോട്ട് വരുന്നത് സ്വാഭാവികമാണ്. സ്ഥിരമായി കണ്ടുവരുന്ന ഒരു സമാന സ്വഭാവമാണ് ഇത്തരക്കാരിൽ. അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രവർത്തന രീതി ഏതാണ്ട് സമാനമാണ്. അതിപ്പോൾ സഫൂറ സൈഗർ ആയാലും നിദാ ഖാൻ ആയാലും. അപ്പോൾ ഈ നിദാ ഖാൻ എവിടെ എന്നുള്ള ചോദ്യം വടക്കേ ഇന്ത്യയിൽ പ്രസക്തമായി തന്നെ ദൈനംദിനം എന്നവണ്ണം മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. കാര്യക്ഷമമായി തന്നെ ഹിന്ദു സംഘടനകളും ഇത്തരത്തിലുള്ള പ്രക്രിയകളുടെ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ നിന്ന് മാറി നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ വാർത്ത ഒരു വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകാനാണ് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് താല്പര്യം. സാമൂഹ്യ മാധ്യമങ്ങളിലും 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിലുള്ള താല്പര്യം പോയി എന്നുള്ള മട്ടിലാണ്. പക്ഷേ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. നിദാ ഖാൻ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ അന്വേഷണ ഏജൻസികൾ ആരും പറഞ്ഞിട്ടില്ല. ഇത് വെറും ഒരു ഊഹാപോഹം മാത്രമാണ്. പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയുവാൻ നമുക്ക് സാധിക്കുമോ? കനകമല 2016 എൻ്റെ ഓർമ്മ. ISIS ഭീകരവാദികളെയാണ് അവിടുന്ന് അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ നിന്ന് ISISുമായി ബന്ധമുള്ള നിരവധി ഭീകരവാദ പ്രവർത്തനങ്ങളെ രഹസ്യാന്വേഷണ ഏജൻസികൾ അവരുടെ നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ നിന്ന് ISISലേക്ക് പോയതായി പറയപ്പെടുന്ന നിരവധി വ്യക്തികളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 38ഓളം പേരുകൾ ഒരേ സമയം അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ച്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം തന്നെയുമല്ല, നിരവധി കുറ്റവാളികൾ പലയിടങ്ങളിലായി കേരളത്തിൽ പല കാലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കാസർഗോഡിൻ്റെ അതിർത്തി കർണാടകയിലേക്ക് ഒരല്പം കടന്ന് നിരവധി കുറ്റവാളികൾ ഒളിവിൽ കഴിഞ്ഞ സാഹചര്യങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇവർക്ക് നിദാ ഖാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കേരളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം ഒരുക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് അവരെ ന്യായീകരിക്കാൻ. അതും ന്യായീകരിക്കുന്നത് ഏത്തരത്തിലാണ് എന്നും കൂടി ഒന്ന് ചിന്തിക്കുക. HR ആയിരുന്നു എന്നുള്ള വിവരം ആദ്യം പുറത്തു വന്നപ്പോൾ അല്ല എന്നുള്ള വിവരം വെച്ച് കണ്ടോ, ആ വിവരം തെറ്റായിരുന്നു, അപ്പോൾ ബാക്കിയെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായ വെള്ളപൂശലാണ് എന്ന് കണ്ടാൽ മനസ്സിലാകുന്ന തരത്തിൽ അല്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാകുന്ന തരത്തിൽ വെള്ളപൂശലുകൾ നടത്തിയ, ഒരു നിർലജ്ജം വെള്ളപൂശലുകൾ നടത്തിയ ആളുകൾ മുതൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും കാര്യം ഒരേപോലെയാണ് ഞാൻ പറയുന്നത്. അവർ മുതൽ അവരെ അതിന് പ്രേരിപ്പിച്ച ശക്തികൾ വരെ കേരളത്തിൽ നിലവിലില്ലേ? തന്നെയുമല്ല, കേരളം ഭീകരവാദത്തിൻ്റെ ഒരു സർവകലാശാലയും പരിശീലന കേന്ദ്രവും ആസ്ഥാന കേന്ദ്രവും ഒക്കെയായി ഒരുപോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ISIS റിക്രൂട്ട്മെൻ്റ് ആയാലും അവലും മലരും കുന്തിരിക്കവും കരുതി വെച്ചുകൊള്ളൂ എന്ന് ക്രിസ്ത്യാനികളെ കേരളത്തിൻ്റെ തെരുവുകളിൽ വെച്ച് പരസ്യമായി ഭീഷണിപ്പെടുത്തിയ ഭീകരവാദികളുടെ കാര്യമായാലും ഭീകരവാദികൾക്ക് കേരളത്തിലൊരു പഞ്ഞവുമില്ല. ഭീകരവാദികൾക്ക് സാമ്പത്തികമായും മറ്റെന്തെങ്കിലും തരത്തിലും സഹായം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന, അത് പ്രകടമായും നിശബ്ദമായും പിന്നാമ്പുറങ്ങളിൽ കൂടിയുമുള്ള സഹായങ്ങൾ, ഏത് തരത്തിലുള്ള സഹായങ്ങളായാലും അതെല്ലാം ചെയ്തു കൊടുക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമുദായം എന്ന് പറയുന്നത് ഞാൻ അടച്ചു പറയുകയല്ല, സമുദായത്തിലെ പ്രമുഖർ എന്ന് വേണമെങ്കിൽ വെച്ചോളൂ. പക്ഷേ നിശബ്ദമായി ഈ പ്രമുഖരെ പിന്തുണയ്ക്കുന്ന സമുദായവും കുറ്റക്കാർ തന്നെയാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട്. അതുകൊണ്ട് ഈ നിദാ ഖാൻ കേരളത്തിലേക്ക് കടന്നു, ഒരു സുരക്ഷിത താവളമായി കേരളത്തെ അവർ കണ്ടിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊരു ഊഹമാണ്. ഇതൊരു സാഹചര്യം വ്യക്തമാക്കുവാൻ കൂടിയാണ് ഇത്തരത്തിലൊരു
ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കാരണം കേരളം ഇത്തരത്തിലുള്ളവർക്കൊരു സേഫ് ഹേവൻ എന്ന് പറയുന്ന തരത്തിൽ ഒരു സുരക്ഷിത താവളമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്തരക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ആലോചിച്ച് നോക്കൂ. മൊണാലിസ എന്ന് പേരിട്ട് വിളിക്കുന്ന, പേര് പറയാൻ പാടില്ല, കുംഭമേളയിൽ വൈറലായ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വിവാഹം കേരളത്തിൽ വെച്ച് നടന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ അതിലുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും കുഴപ്പങ്ങൾ അതിലുണ്ടെങ്കിൽ, ഈ കേസിലുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സംരക്ഷണം, കൃത്യമായ സംരക്ഷണം കേരളത്തിൽ നിയമപരമായും മറ്റ് സാമുദായികപരമായും സാമൂഹികപരമായും ഒരുക്കപ്പെടും എന്നുള്ളൊരു ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ടാണ് ആ പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച് വിവാഹം കഴിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയ ശക്തികൾ കേരളത്തിലെത്തിയത്. കേരളത്തിലെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിവാഹം കഴിച്ചാൽ പോരല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശ് പോലീസ് ഒരു അന്വേഷണവുമായി മറ്റ് സംസ്ഥാനങ്ങളിലെത്തിയാൽ, എന്തിന് ഒരുപക്ഷെ കർണാടകയിലെത്തിയാൽ പോലും കോടതികൾ ഇടപെട്ട് ഈ പെൺകുട്ടിയെ വിട്ടു നൽകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയപരമായി, സാമൂഹികപരമായി, സാമുദായികപരമായി, നിയമപരമായി ഈ 4 കാര്യങ്ങളിലുമുള്ള സംരക്ഷണങ്ങൾ മറ്റേത് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ശക്തികൾക്ക് ലഭിക്കും എന്നുള്ള ഉത്തമമായ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് ആ വിവാഹം കേരളത്തിൽ വെച്ച് നടത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിദാ ഖാനെ പോലുള്ളൊരു വ്യക്തി കേരളത്തിലേക്ക് കടന്ന് ഇവിടെ ഒരു സുരക്ഷിത താവളത്തിൽ ഒളിച്ചു താമസിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല. നാളെ ഒരു ദിവസം നിദാ ഖാനെ കണ്ണൂരിൽ നിന്നോ കനകമലയിൽ നിന്നോ മലപ്പുറത്തു നിന്നോ NIA പിടികൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിടികൂടുകയാണെങ്കിൽ ഒരത്ഭുതവും പ്രകടിപ്പിക്കേണ്ട കാര്യം മലയാളിക്കില്ല. അയ്യോ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് വേണമെങ്കിലൊരു ഭംഗിക്ക് നമുക്ക് ഒരു പരസ്യ പ്രകടനം നടത്താം. പക്ഷേ അത്ഭുതമൊന്നും മലയാളിക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ദൈനംദിനം എന്ന വണ്ണം ഈ ഭീകരവാദം കേരളത്തിൽ വളർന്നു വരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് ഒരു സമൂഹത്തിൽ നിന്ന് പിന്തുണ ഏറി വരുന്നു, അല്ലെങ്കിൽ ഒരു അപകടകരമായ തരത്തിലേക്ക് മറ്റ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ നയിച്ചു കൊണ്ടുപോകുന്ന തരത്തിൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഭീഷണിയായ തരത്തിൽ ഈ ഭീകരവാദം കേരളത്തിൽ വേരുറപ്പിച്ച് വളർന്ന് പന്തലിച്ച് വിഷച്ചെടികളും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായി വിഷച്ചെടികളും വിഷക്കായ്കളും എല്ലാം സമൂഹത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ മലയാളിക്ക് സംശയമുണ്ടാകേണ്ട കാര്യമില്ല. അത്ഭുതം പ്രകടിപ്പിച്ചാൽ, ഒരു സത്യത്തിലുള്ള അത്ഭുതമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ ഇന്നലെ വരെ, ആ മനുഷ്യനോ മനുഷ്യ സ്ത്രീയോ ഇന്നലെ വരെ ഒന്നെങ്കിൽ കോമായിലായിരുന്നിരിക്കണം, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതിന് ഒരു നിമിഷം മുമ്പ് വരെ, ആ അത്ഭുതം പ്രകടിപ്പിക്കുന്നതിന് ഒരു നിമിഷം മുമ്പ് വരെ കോമായിലായിരിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നു, നിദാ ഖാൻ കേരളത്തിൽ നിന്ന് പിടികൂടപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പ്രധാന വിഷയം നിദാ ഖാൻ അല്ല. പ്രധാന വിഷയം ഭീകരവാദവും ഇത്തരത്തിലുള്ള ഈ ഒരു ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന പ്രകടവും നിശബ്ദവും വളരെ പിന്നാമ്പുറങ്ങളിൽ നിന്നുമുള്ള പിന്തുണകളാണ് പ്രധാന വിഷയം. ഒരു സമൂഹം അത്തരത്തിലുള്ള പിന്തുണകൾ ഈ ഭീകരവാദികൾക്ക് നൽകുമ്പോൾ ആ സമൂഹത്തിന് നേരെ വിരലുകൾ ചൂണ്ടപ്പെട്ടാൽ ഇസ്ലാമോഫോബിയ എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ഇരവാദത്തിൻ്റെ കാർഡുകൾ ഇറക്കിയിട്ടും കാര്യമില്ല. കാരണം ഒരു സമുദായം, ഒരു സമൂഹം എന്ന് പറയേണ്ട ഒരു സമുദായം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ പൊതുസമൂഹം, മലയാളി എന്നുള്ള സമൂഹത്തിനെ മാത്രം നമുക്കെടുക്കാം, കേരളീയർ എന്നുള്ള സമൂഹത്തിനെ മാത്രം എടുക്കാം, പൊതുസമൂഹത്തിനെ മൊത്തം ഒരു അപകട സ്ഥിതിയിലേക്ക് തള്ളിവിടുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. ഇവർ നേരിട്ട് ആ പ്രവൃത്തിയിൽ പങ്കെടുക്കേണ്ട കാര്യം പോലുമില്ല, നിശബ്ദമായി അതിനെ പിന്തുണയ്ക്കുന്ന ഒരു മനോഭാവം സ്വീകരിച്ചാൽ പോലും പൊതുസമൂഹത്തിനെതിരായ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യമെങ്കിലും നിങ്ങൾക്ക് വേണം. നിർഭാഗ്യവശാൽ ഒരു സമുദായത്തിന്, പ്രത്യേകിച്ച് മതം ചെറുപ്പം മുതൽ തലയിൽ അടിച്ചു കയറ്റപ്പെട്ട ഒരു സമുദായത്തിന് അത്തരത്തിലുള്ളൊരു ചിന്താശേഷി കേരളത്തിലില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ല എങ്കിൽ മറിച്ച് ഇനി തെളിയിക്കുന്ന കാലം വരെ ഇത്തരത്തിലുള്ള വിരൽ ചൂണ്ടലുകൾ നടന്നുകൊണ്ടിരിക്കും. ഇസ്ലാമോഫോബിയ എന്ന മറുകാടുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അടിസ്ഥാനമായി സംഭവിക്കുന്നത് എന്തായിരിക്കും? കേരളീയ സമൂഹം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക്, അല്ലെങ്കിൽ കുഴപ്പത്തിൽ നിന്ന് കുഴപ്പത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. കനകമല പോലെ നിരവധി കനകമലകൾ ആവർത്തിക്കപ്പെടും. 38 എന്നുള്ളത് നാളെ 76ആയി ISISലേക്ക് പോകും. മറ്റന്നാൾ 760 ആകും. അതിന് പിറ്റേന്ന് 7600 ആകും. 76,000 ആകുന്ന കാലത്ത് കേരളത്തിൽ കലാപങ്ങളും പ്രശ്നങ്ങളും ബോംബ് സ്ഫോടനങ്ങളും എല്ലാം ഉണ്ടായി വരികയും, അല്ലെങ്കിൽ കേരളത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു നടപടിയിലൂടെ കാശ്മീരിനെ എങ്ങനെ കൈകാര്യം ചെയ്തു സമാന രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു അവസരം ഉരുവായി വരികയും ചെയ്യും. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കേരളം
എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദികൾ പൊതുസമൂഹം കൂടിയാണ്. പൊതുസമൂഹം നിഷ്കളങ്കരാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു സമുദായം ഭീകരവാദികൾക്ക് കുറ്റകരമായ പിന്തുണ നിശബ്ദതയിലൂടെയെങ്കിലും നൽകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത്തരത്തിലുള്ള ഒരു നിശബ്ദതയുടെ കാര്യത്തിൽ പൊതുസമൂഹവും കേരളത്തിൽ കുറ്റവാളികളാണ്. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അരമണിക്കൂർ പോലും അതിന് ഓർമ്മയുടെ കൂടുകളിൽ ആയുസ് നൽകാതെ, അല്ലെങ്കിൽ ഓർമ്മയുടെ കൂടുകളിൽ അതിനെ നിലനിർത്താതെ തള്ളിക്കളഞ്ഞ് അടുത്ത വിവാദത്തിൻ്റെ പിന്നിൽ ന്യൂസ് ഈസ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള തരത്തിൽ പായുന്ന മലയാളിയും ഈ ഒരു കാര്യത്തിൽ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കേരളം പോകുന്നതിൽ കുറ്റവാളി തന്നെയാണ്. മലയാളി എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും എല്ലാം ഉൾപ്പെടും അതിൽ. ഞാൻ മാറി നിന്ന് ഞാൻ ഉത്തമൻ നിങ്ങൾ അധമൻ എന്നല്ല പറയുന്നത്. നമ്മളെല്ലാം ഇക്കാര്യത്തിൽ അധമന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിദാ ഖാൻ കേരളത്തിലുണ്ടായാലും ഒളിവിൽ കഴിയുകയാണെങ്കിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം കേരളം നമ്പർ 1 ആണ് എന്തിൻ്റെ കാര്യത്തിലെന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.